शूलं भजेऽहं भजेऽहं समस्तामरेशं ആചാര്യവർകൾ അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ യോഗത്തിലേക്കും വളരെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ പുരുഷോത്തമനാചാരി അദ്ദേഹത്തെയും നമ്മൾ ഈ യോഗത്തിലേക്ക് ശുദ്ധിയെക്കുറിച്ചൊക്കെ വളരെ ആധികാരികമായിട്ട് തന്നെ ഇവിടെ സംസാരിക്കുന്നതായിരിക്കും. ഈ കുടുംബ സംഗമം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ വിശ്വകർമ്മ സമുദായ അംഗങ്ങളുടെ മനുഷ്യ സ്നേഹം, മനസാക്ഷിത്വം, സൗഹാർദ്ദം ഇത് തകർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്, സാങ്കേതികം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകം നമ്മുടെ ഒരു വിരൽ തുമ്പിലാണ് എന്നുള്ള രീതിയിലാണ് ഇന്ന് കാലം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ മനുഷ്യൻ്റെ പണ്ടുള്ള ആ ഒരു സ്നേഹവും സൗഹാർദ്ദവും മനസാക്ഷിത്വവും ഇന്ന് അതോടൊപ്പം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി നമ്മൾക്ക് ടെക്നോളജി നടക്കില്ല. ടെക്നോളജി കൊണ്ട് അത് പരിഹരിക്കാൻ പറ്റില്ല. അത് പരിഹരിക്കാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള കുടുംബ സംഗമങ്ങൾ വെച്ചുകൊണ്ടാണ്. ഉദാഹരണം, ഇപ്പോൾ ഇന്ന് ഇവിടെ വന്നവരിൽ തന്നെ ചിലപ്പം മുമ്പ് കണ്ടിട്ടില്ലാത്തവരുണ്ടാവും, ചിലപ്പോൾ ബസ്സിൽ അടുത്തടുത്ത് ഇരുന്ന ആൾക്കാരുണ്ടാവും, പക്ഷെ തമ്മിൽ വേണ്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ നമ്മളെ മനസ്സിൽ അന്ന് എൻ്റെ ഒന്നിച്ച് ബസ്സിലിരുന്ന ആൾ ഇയാളാണല്ലേ ചിന്തിക്കും. സ്വന്തം കൂടപ്പിറപ്പ് പോലും ഒരേ ബസ്സിൽ ഒരേ സീറ്റിൽ ഇരുന്നാൽ ഇതെൻ്റെ അനുജനാണ്, അല്ല എൻ്റെ വേണ്ടപ്പെട്ടവരാണ് എന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് ഇന്ന് ലോകം കടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു പ്രതിവിധി, ഏറ്റവും വലിയ പ്രതിവിധി ഇങ്ങനെയുള്ള സമുദായ സംഘടനകളുടെ കുടുംബ സംഗമങ്ങൾ നടത്തുക എന്നത് മാത്രമാണ്. അതിലൂടെ അവരുടെ കഴിവുകളെ പരിപോഷിപ്പിച്ചുകൊണ്ട് വളരെ ഉന്നതിയിലേക്ക്, സമൂഹത്തിൻ്റെ ഏറ്റവും ഉന്നത പദവിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചിന്തിച്ചില്ലെങ്കിൽ, ഓരോ വ്യക്തികളും അങ്ങനെ ചിന്തിക്കണം. ഒരാൾ പോലും അങ്ങനെ ഇന്ന് ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് ലോകം ഉണ്ടാവില്ല, ലോകത്ത് ഇത്രയും സാങ്കേതികമായ പുരോഗതി ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ഇന്നിപ്പോൾ നമ്മൾക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. 100 വർഷം ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചു, അതിൽ നിന്ന് നമുക്ക് മോചനം കിട്ടി. നമ്മുടെ ഏറ്റവും ആദരണീയ നമ്മുടെ അദ്ദേഹം അങ്ങനെ ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടൂലായിരുന്നു? നമ്മൾക്ക് ഇന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടൂലായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാര്യം മാത്രം, അദ്ദേഹത്തിൻ്റെ കുടുംബം, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ കുടുംബകാര്യം മാത്രം നോക്കി നടന്നിരുന്നെങ്കിൽ ഇന്ന് നമ്മൾക്ക് ഇന്ത്യക്ക് ഇന്ന് സ്വാതന്ത്ര്യം കിട്ടില്ലായിരുന്നു. അതുപോലുള്ള വ്യക്തികൾ ഇന്നും അദ്ദേഹം നമ്മളിലൂടെ ജീവിക്കുകയാണ്. എന്തുകൊണ്ട്? അദ്ദേഹത്തിൻ്റെ കർത്തവ്യം ആ രീതിയിലായിരുന്നു. ഇന്നും അദ്ദേഹം ജീവിച്ചിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരുടെയും. ആ രീതിയിലെ പ്രവൃത്തിയാണ് അദ്ദേഹം നടത്തിയത്. അപ്പം അങ്ങനെ ഓരോ വ്യക്തിക്കും അതിനുള്ള കഴിവും കാര്യങ്ങളുമുണ്ട്. പക്ഷെ അത് നമ്മൾ പരിപോഷിപ്പിച്ചെടുക്കുക, അത് വളർത്തിയെടുക്കുക, അതിനുള്ള വേദികൾ നമ്മൾ ഉണ്ടാക്കുക. അതാണ് വിശ്വകലാ കായിക കേന്ദ്രം എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഈ ഒരു അവസരം എല്ലാവരും വളരെ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ട് അതുമായി മുമ്പോട്ട് പോകണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട്. നമ്മുടെ സമൂഹത്തിൽ ഉന്നതിയിൽ നിൽക്കുന്ന പലതരം കഴിവുള്ള പല വ്യക്തികളുണ്ട്. അവരുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സംഘടന നമ്മൾ നിലവിൽ വന്നത്. അത് സതീശേട്ടൻ നമ്മൾ പറയുമ്പോൾ തന്നെ നമുക്കൊരു വലിയ ആവേശമാണ്. വിവിധ സംഘടനകൾ, സമുദായ സംഘടനകൾ നമ്മൾ ഇവിടെ ഉടലെടുത്തിട്ട് കുറേ വർഷങ്ങളായി. നമ്മുടെ കഴിവുള്ള വ്യക്തികൾ ഒരുപാടുണ്ട്. അവരെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതും അവരെ സമൂഹത്തിൽ ഉന്നതിയിലേക്ക് എത്തിക്കാനും ഒരു ഉത്തരവാദിത്തമുള്ള ഒരു സംഘടനകൾ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ്. അത് രാഷ്ട്രീയ പാർട്ടികളിലൂടെ വരുമ്പോൾ അതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മൾ ജില്ലാ കമ്മിറ്റി വിശ്വകലാ കായിക കേന്ദ്രം നിലവിൽ വന്നു. അതിൻ്റെ ചെറിയ ചെറിയ യോഗങ്ങൾ നമ്മൾ നടന്നു. അതിൻ്റെ ഒരു വലിയ യോഗമാണ് നമ്മളിപ്പോൾ ഇന്ന് നടക്കാൻ പോകുന്നത്. അപ്പോൾ പലതരം കഴിവുകൾ സുമാരൻ നേരത്തെ പറഞ്ഞു. നമ്മുടെ സമൂഹത്തിൽ വിശ്വകർമ്മർ എന്ന് എന്നാൽ നമ്മുടെ ഈ ലോകം ഉള്ള സമയത്ത് തന്നെ നമ്മൾ രൂപപ്പെട്ട ഒരു വ്യക്തിത്വം കൂടിയാണ് ഓരോ വ്യക്തികൾക്കും. അത് മറ്റുള്ള സമുദായത്തിൽ നിന്നും നല്ല ഉയർച്ചയുള്ള ഒരു സമുദായമായി ആയിരുന്നു പഴയ കാലത്ത്. അത് അകപ്പച്ചു ഈ നിലയിലേക്ക് നമ്മൾ തന്നെയാണ് ഇതിന് കാരണം. എങ്കിലും നമ്മളുടെ ഈ പ്രവർത്തനം, നമ്മുടെ വിശ്വകലാ കായിക കേന്ദ്രം വന്നതോടുകൂടി നമ്മുടെ സമൂഹത്തിൽ കഴിവുള്ള ഒരുപാട് വ്യക്തികൾ, പല ആൾക്കാർക്കും പല കഴിവുകളാണ് ഉള്ളത്. ചിലർക്ക് കൊത്തുപണിയിൽ നല്ല പ്രാഗൽഭ്യം ഉണ്ടാവും, ചില ആൾക്കാർക്ക് പാട്ട് പാടാനുള്ള കഴിവുകൾ ഉണ്ടാവും. എല്ലാ മേഖലയിലും പല ആൾക്കാർക്കും പല കഴിവുകളാണ്.
ആ കഴിവുകളെ ഉയർത്തിക്കൊണ്ടുവന്ന് സമൂഹത്തിലും നാടിനും ലോകത്തിനും സമൂഹത്തിനും നമ്മൾ കാണിച്ചു കൊടുക്കുക എന്നതാണ് നമ്മുടെ ഈ വിശ്വകലാകായിക കേന്ദ്രത്തിന്റെ മെയിൻ ഉദാഹരണം. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ കഴിവുകളെയും പരിപോഷിപ്പിച്ചുകൊണ്ട് അവരെ ഒരു കുടക്കയിൽ നിർത്തിക്കൊണ്ട് നമുക്ക് അവർക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നതാണ് നമ്മുടെ ഈ വിശ്വകലാകായിക കേന്ദ്രത്തിന്റെ പ്രധാനപ്പെട്ട കർത്തവ്യം. അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ ഓരോ കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പോഴും നമ്മുടെ സമൂഹത്തിന് വേണ്ടി ആവണം ഏത് കാര്യങ്ങൾ ചെയ്യുന്നതിനും. മുമ്പുള്ള ഒരുപാട് സംഘടനകൾ വന്നിട്ടുണ്ടെങ്കിലും അതിൽ നിന്നും ഒരുപാട് സംഘടനകളിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ സമൂഹത്തിന്റെ ഓരോ പ്രവർത്തനത്തിലും നല്ല രീതിയിൽ മാതൃക കേൾക്കുന്ന ഒരു സംഘടനയായിട്ടാണ് ഞാൻ ഇതുവരെ ഇത് കണ്ടിട്ടുള്ളത്. അപ്പൊ അതിന്റെ ജില്ലാ ഭാരവാഹിത്വ വഹിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ വിശ്വകലാകായിക കേന്ദ്രത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുവാനും ഇന്ന് നമുക്ക് ഇവിടെ പിന്നെ ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട് പറഞ്ഞു. നമ്മുടെ ആൽബത്തിലൊക്കെ പാടിയ പിന്നെ സിനിമയിലും ഒക്കെ പാടിയ നല്ല പാട്ടുകാരി ഒക്കെ നമ്മുടെ നല്ല ഇന്ന് തന്നെ കേരളത്തിൽ നല്ല നല്ല പാട്ടുകാരികളും നല്ല ഉണ്ട്. മാത്രം അവരുടെ സമുദായത്തെ കുറിച്ച് നമുക്ക് അറിയില്ല. നമ്മൾ പാടുന്നുണ്ട്, പാട്ട് കേൾക്കുന്നുണ്ട്, നമ്മൾക്ക് അറിയുന്നത് അവർ പാടുമ്പോൾ അവരെ സമുദായത്തെ കുറിച്ച് അറിയുമ്പോൾ അത് ചെയ്ത പണിക്കാരും നമ്മൾ അറിയില്ല. അത് ആരാണ് നിർമ്മിച്ചത് അദ്ദേഹത്തിന്റെ പേര് മാത്രമേ അറിയുന്നുള്ളൂ. അത് നിർമ്മിക്കുമ്പോൾ അവരെ കലാവൈഭവങ്ങൾ കൊണ്ടാണ് അവരെ ആ കൊത്തുപണികൾ നിർമ്മിക്കുന്നത്. അപ്പൊ ആ കൊത്തുപണികളുടെ ആ ഒരു രൂപവും ആ ഭാവവും കാണുമ്പോൾ തന്നെ നമ്മൾ അതിശയപ്പെടുന്നു. അതല്ല നമ്മൾ നോക്കുന്നത്, നമ്മൾ ആരാണ് നിർമ്മിച്ചത്. ശരിക്കും അതിന്റെ പിന്നിലുള്ള ആ ഒരു വൈഭവം, കലാവൈഭവം എന്ന് പറഞ്ഞാൽ പ്രത്യേകം തന്നെയാണ്. അത് നമ്മുടെ വിശ്വകർമ്മ നിർമ്മിച്ചതാണ്. ആ കൊത്തുപണിയിലൂടെ നമ്മൾ നിർമ്മിക്കുന്ന ഓരോ അമ്പലങ്ങളും പഴയ കാലത്തുള്ള അമ്പലങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിനൊക്കെ ഭയങ്കര കുളിർമയാകുന്നു. അപ്പൊ ഇതൊക്കെ ഈ സമൂഹം ചെയ്തതാണ് എന്ന് നമുക്ക് അറിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ വിശ്വകലാകായിക കേന്ദ്രം നല്ല രീതിയിൽ ഇതിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനും ഭാവിയിൽ നല്ല രീതിയിൽ നമ്മുടെ ജില്ലയിലും സംസ്ഥാനത്തും എല്ലായിടത്തും ദേശീയ തലത്തിലും ഒക്കെ നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. വിശ്വകർമ്മദേവൻ അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും തരും. ഇപ്പൊ നേരത്തെ സുവാരൻ ഓരോ കാര്യങ്ങളും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമുക്ക് സ്നേഹം എന്ന ഒരു ഇത് നമ്മൾ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. പരസ്പര ബന്ധുക്കളെ കണ്ടാൽ നമ്മൾ സംസാരിക്കില്ല. നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാർ ഇപ്പൊ ബസ്സിൽ പോകുന്ന സമയത്ത് നമ്മുടെ അടുത്തിരിക്കുന്നവർ പോലെ തന്നെ കണ്ടാൽ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോലും ചെയ്യില്ല. എന്നാൽ നമുക്ക് ഒരു ജീവിതം മാത്രമേ ഉള്ളൂ. അത് നമ്മൾ വളരെ സന്തോഷപൂർവ്വം ആനന്ദകരമാക്കണം ഓരോ വ്യക്തികളും. അത് നമുക്ക് ഒരാളെ കാണുമ്പോൾ വളരെ ഗൗരവമായിട്ടാണ് മിക്ക ആൾക്കാർക്ക്. നമുക്കെന്താ ഒന്ന് ചിരിച്ചാലുണ്ട്, അത് നമ്മള് ഒരു വ്യക്തിയോട് നമുക്ക് ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട്. നമുക്ക് കുറെ ശരീരത്തിൽ ഒരുപാട് എനർജികളും അതുപോലെ തന്നെ പലതരം പിന്നെ ആസിഡുകളും ഒക്കെ നമ്മുടെ ശരീരത്തിൽ ഓരോ ഉത്പാദിക്കുന്നുണ്ട്. ഒരാളോട് ചിരിക്കുമ്പോൾ നമുക്കുള്ള ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് കിട്ടുന്നത് ശരീരത്തിന്. രാവിലെ കാണുമ്പോൾ വളരെ മുഖം വീർപ്പിച്ചുകൊണ്ട് മിക്ക ആൾക്കാരും റോഡിൽ നടന്നു പോകുന്നത്. നമ്മൾ തിരിച്ചാലും തിരിച്ചിരിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. എന്തിനാ നമുക്ക് ദൈവം തന്ന ഒരു ജീവിതമുണ്ട്. അത് നമുക്ക് ഒരു പ്രാവശ്യം നമുക്ക് കിട്ടുന്നുള്ളൂ. നമുക്ക് ഒരുപാട് ജീവിതങ്ങളുണ്ട് നാം പറയുന്നത്. എങ്കിലും നമുക്ക് കിട്ടിയ അവസരങ്ങൾ ഏത് കാര്യങ്ങളും നമ്മൾ വളരെ സന്തോഷകരമായും വളരെ സ്നേഹത്തോടും ആൾക്കാരോട് പെരുമാറുമ്പോഴും അതുപോലെ രാവിലെ ഒരു ചിരി, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ബെസ്റ്റ് ഇംപ്രഷൻ. ഒരു ചിരിക്കുന്നത് തന്നെ നമുക്ക് വളരെയധികം നമുക്ക് എനർജി തരും. ഞാനിപ്പോ കുറെ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ മിക്ക ആൾക്കാരുടെ അവസ്ഥ കണ്ടിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ അത് പ്രശ്നമില്ല. എങ്കിലും നമ്മുടെ വിശ്വകലാകായിക കേന്ദ്രം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള എല്ലാവിധ പ്രവർത്തനം നമ്മുടെ ഓരോ വ്യക്തികളിൽ നിന്നും ഉണ്ടാകണം. നമ്മൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ ആദ്യം തന്നെ അറിയിക്കുക. നമുക്ക് എത്ര സമയം ഇങ്ങനെ കേട്ടിരിക്കാനുള്ള ക്ഷമയുണ്ട് നിങ്ങൾക്ക്? എൻ്റെ ഒരു പ്രസംഗ രീതി ഉണ്ടായിട്ട് എത്ര വർഷമായിട്ടുണ്ടാവും? പരീക്ഷ വല്ല നിശ്ചയം ഉണ്ടാകും. നമ്മൾ ഈ ഭൂമിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അല്ലേ? കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കുകയും അല്ലേ, ഉറങ്ങുകയും അല്ലേ, ജ്യൂസ് കുടിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഈ ഭൂമി നമ്മൾ നിൽക്കുന്ന ഈ ഭൂമി ഉണ്ടായത് ഏകദേശം ഇത്ര വർഷം പറഞ്ഞു. ഈ പ്രപഞ്ചം, സൂര്യനും മറ്റെല്ലാം അടങ്ങുന്ന ഈ പ്രപഞ്ചം ഉണ്ടായിട്ട് എത്ര വർഷമായിട്ടാണ്? ഒരു 1200 കോടി വർഷത്തിലധികം. അത് കഴിഞ്ഞ് ഭൂമി ഉണ്ടായി. ഭൂമിയിൽ ജീവജാലങ്ങൾ ഉണ്ടായിരുന്നത് അതിന് ശേഷം കുറേ കഴിഞ്ഞിട്ടാണ്. അല്ല, ഇന്ന് നമ്മൾ അധികം പറയുന്നതാണ് അമീബ എന്നൊരു വാക്ക് കേൾക്കുന്നില്ല. അമീബി മസ്തിഷ്ക ജ്വരം നമ്മൾ കേൾക്കുന്നൊരു വാക്കാണല്ലേ അമീബ. ഏകകോശ ജീവിയാണ്. അപ്പൊ ഈ ഇതുപോലുള്ള ഏകകോശ ജീവികളുണ്ടായി. ആ ജീവികൾ തന്നെ രണ്ടായി പിന്നെ സ്പ്ലിറ്റായി വിഘടിച്ച് 2 കോശ ജീവികൾ, പിന്നെ ബഹുകോശ ജീവികൾ, ഇങ്ങനെ ആ
പരിണാമത്തിൻ്റെ ഒടുവിലാണ് എന്തുണ്ടാകുന്നത്, കുറേ കാലത്തിന് ശേഷമാണ് മനുഷ്യ വംശം ഉണ്ടാകുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന മനുഷ്യ വംശത്തിൻ്റെ ശാസ്ത്രീയ നാമം ഹോമോ സാപ്പിയൻസ് എന്നാണ്. ഈ ഹോമോ സാപ്പിയൻസിന് മുമ്പും മനുഷ്യകുലം ഭൂമിയിലുണ്ടായിരുന്നു. അതിന് തൊട്ട് മുമ്പ് നിയാണ്ടർത്താൽ എന്ന് പറയുന്ന, അതിന് മുമ്പ് ഹോമോ എറക്ടസ്, അങ്ങനെ ഒരു 5-6 മനുഷ്യവംശങ്ങൾ. ഞാൻ വളരെ ചുരുക്കി പറയുന്നതുകൊണ്ട് എല്ലാ പേരുകളും വേഗം പറയുന്നില്ല, എന്നാൽ കാര്യങ്ങൾ മനസ്സിലാവും. നമ്മൾ മനുഷ്യന് ഏതാണ്ട് അതേപോലെയുള്ള ഒരു തൊട്ടടുത്ത് മുമ്പുള്ള നിയാണ്ടർത്താൽ എന്ന് പറയുന്നവർ നമ്മളിന്ന് കാണുന്ന മനുഷ്യന് എത്ര പേരും ഉണ്ടാവില്ല, കുറച്ചും കൂടി ആൾക്കാർ വണ്ണം കൂടിയവരായിരിക്കും, വീതി കൂടിയ മനുഷ്യന്മാർ. അതിൻ്റെ ജീനുകൾ ഇന്ന് നമ്മുടെ 4% നമ്മുടെ ശരീരത്തിലും ഇന്നും നിലനിൽക്കുന്നുണ്ട്. ആ വംശം 10-17 ലക്ഷം വർഷം അതിജീവിച്ച് അത് പോയി. നമ്മൾ ഇന്ന് കാണുന്ന ഹോമോ സാപ്പിയൻസ് എന്നറിയുന്ന, അല്ലെങ്കിൽ ഹോമോ സാപ്പിയൻസ് എന്ന് വേഗത്തിൽ പറയുന്ന മനുഷ്യവംശം ഭൂമിയിലുണ്ടായിട്ട് എത്ര വർഷമായി? ശശിയേട്ടൻ മറന്നു പോയിട്ടുണ്ടാവും അല്ലേ? അന്ന് നോട്ടെടുക്കാണ്ട് വന്നതല്ലേ അല്ലേ, എഴുതിയിട്ടില്ല. അതുകൊണ്ട് ഏകദേശം എത്ര വർഷമായിട്ടുണ്ടാവും ഭൂമിയിൽ മനുഷ്യനുണ്ടായിട്ട്? ഇന്ന് കാണുന്ന ആധുനിക മനുഷ്യനുണ്ടായിട്ട് എത്ര വർഷമായിട്ടുണ്ടാവും? നമ്മൾ ഒരു ക്ലാസ് അത് നമ്മൾ കേട്ടിട്ടുണ്ടാവും, നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? നമ്മൾ ആധുനിക ഇന്ന് കാണുന്ന മനുഷ്യൻ്റെ വംശം ഉണ്ടായിട്ട് 3 ലക്ഷം വർഷം കഴിഞ്ഞിട്ടുണ്ട്. 3 ലക്ഷം വർഷം. അതിപ്പോൾ ചെറിയൊരു 10 വർഷം 15 വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും. നമുക്ക് ഇന്ന് സാച്ചുറൈസേഷനുകൾ വഴി, ESR ടെസ്റ്റ് വഴി, DNA ഇതിൻ്റെ പൂർവ്വജന്മ ടെസ്റ്റുകൾ ചെയ്യാനുള്ള വിധത്തിൽ ഇന്ന് ബയോളജി വളർന്നിരിക്കുന്നു. അനാറ്റമിയും ബയോളജിയെല്ലാം ഇന്ന് വളരെയധികം അഡ്വാൻസായി വളർന്നിരിക്കുന്നു. അതുകൊണ്ടാണ് അതെല്ലാം നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ 3 ലക്ഷം വർഷമായിട്ട് ഇന്നുണ്ട് നമ്മളെ പൂർവികർ ഇങ്ങനെ തുടർന്ന് വരുന്നു. അതിനുശേഷം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ സംസാരിക്കുന്നതും ഭാഷ എഴുത്തും വായനയും തുടങ്ങിയിട്ടുണ്ടല്ലേ മനുഷ്യൻ? അതെത്ര വർഷമായിട്ടുണ്ടാവും മനുഷ്യൻ പഠിക്കാൻ തുടങ്ങിയിട്ട്? ഓംപ്രകാശിന് വല്ല നിശ്ചയം ഉണ്ടാവും അല്ലേ? ഓംപ്രകാശ് നല്ല പാട്ടുകാരനാണ്, സ്വരങ്ങൾ നല്ല സ്വരസ്ഥാനത്തെക്കുറിച്ച് ജ്ഞാനമുള്ള ആളാണ് അല്ലേ? ഞാൻ ഇതിനിടയ്ക്ക് സംസാരിക്കുമ്പോൾ മോഹനൻ രാഗം, സരിഗ പദസ, സദപ ഗരിസ, അവരോഹണം അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞതാണ്, ഈ എഴുതുന്ന അക്ഷരങ്ങൾ, നമ്മൾ എഴുതുന്ന അക്ഷരങ്ങൾ, ആദ്യമായി ആ അക്ഷരങ്ങൾ എഴുതിയവർ ഏത് നാട്ടുകാരാണ്? ഏറെക്കുറെ ഈ കൊളോണിയൽ സംസ്കാര കാലഘട്ടത്തിൽ പാശ്ചാത്യർ എന്ത് ചെയ്യുന്നു? അവർക്ക് അനുകൂലമായാണ് ചരിത്രവും എല്ലാം വളർത്തിക്കൊണ്ടത്. സത്യത്തിൽ ക്യൂണിഫോം സുമേറിയ അല്ലെ, മൊസോപ്പൊട്ടാമിയൻ സംസ്കാരത്തെക്കുറിച്ചും സുമേറിയ എന്ന രാജ്യത്തെക്കുറിച്ചെല്ലാം നമ്മൾ കേൾക്കുന്നുണ്ട്. സുമേറിയൻകാരുടെ ക്യൂണിഫോം അക്ഷരമാലകളാണ് ആദ്യമായി ഭൂമിയിൽ ഉണ്ടായിരുന്നതെന്നും ആണ് ഇന്ന് ആ പാശ്ചാത്യ ലോകത്ത് അവരുടെ കയ്യിലാണ് ഇന്ന് ലോകത്തിൻ്റെ, അമേരിക്കേൻ്റെയും പാശ്ചാത്യ ലോകത്തിൻ്റെ എല്ലാം കയ്യിലാണ് എന്തുള്ളത്? ഇന്നത്തെ ചരിത്രവും ഈ കാര്യങ്ങളെല്ലാം അവരാണ് നിശ്ചയിക്കുന്നത് അല്ലേ? ഏതാണ്ട് അതേ കാലത്ത് തന്നെ തമിഴും സംസ്കൃതവും വളർന്നു വന്നിട്ടുള്ളതായിട്ടും നമുക്ക് പരിശോധിച്ചാൽ കാണാൻ വേണ്ടി പറ്റും. അതിന് എന്തായാലും 10,000 വർഷത്തിലധികം പഴക്കമില്ല. അപ്പോൾ മനുഷ്യൻ എഴുതാനും വായിക്കാനും തുടങ്ങിയിട്ട് 10,000 വർഷത്തിലൊന്നും കൂടുതല. 6,000, 7,000, 8,000 അല്ലെങ്കിൽ പല തർക്കങ്ങളുണ്ടെങ്കിൽ എന്തായാലും 10,000 വർഷത്തിലധികമായില്ല മനുഷ്യൻ എഴുതാൻ തുടങ്ങിയിട്ട്. അപ്പോൾ മനുഷ്യനുണ്ടായതിന് ശേഷം ഭൂമിയിൽ മരങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ഈ മരപ്പണിയെല്ലാം തുടങ്ങും. മരപ്പണി തുടങ്ങണമെങ്കിൽ ഇരുമ്പ് വേണം അല്ലേ? ഇരുമ്പ് കണ്ടുപിടിച്ചിട്ട് അന്ന് അയസ് അല്ലേ, കൃഷ്ണ അയസ് അല്ലെങ്കിൽ കറുത്ത ലോഹം എന്ന അർത്ഥത്തിൽ ഇരുമ്പ് കണ്ടുപിടിച്ചിട്ട് എത്ര വർഷമായിട്ടുണ്ടാവും അല്ലേ? എന്നോടൊരു കുട്ടി പറഞ്ഞു, എന്നാൽ മരപ്പണി ആദ്യം തുടങ്ങി ഉണ്ടാകണം, ഭൂമിയിൽ മരങ്ങൾ ആദ്യം ഉണ്ടായിട്ടാണ്. പണിയെടുക്കണമെങ്കിൽ എന്ത് വേണം? ടൂൾസ് വേണം അല്ലേ? വേണ്ടേ വിജു? ടൂൾസ് വേണ്ടേ അല്ലേ? പണിയായുധങ്ങൾ വേണം, ഉളി വേണം, എല്ലാം വേണം. ഇതെല്ലാം ഇരുമ്പ് കൊണ്ടാണ് ഉണ്ടാക്കണ്ടേ? അപ്പോൾ ഇരുമ്പ് കണ്ടുപിടിക്കാണ്ട് അല്ലേ? അപ്പോൾ നമ്മളെ കുലങ്ങൾ വരുമ്പോൾ ആദ്യത്തെ കുലം മനു എന്നാണ് രേഖപ്പെടുത്തിയത്. ഇരുമ്പ് ആദ്യം ഉണ്ടാക്കി, അവർ ഇരുമ്പിൻ്റെ ആയുധങ്ങൾ ഉണ്ടാക്കി കൊടുത്തപ്പോൾ എന്ത് ചെയ്തു? മരപ്പണി ആരംഭിച്ചു അല്ലേ? മനു അവർ മയകുലം ആരംഭിച്ചു. അങ്ങനെ അതിന് തുടർച്ചയായിട്ട്. പക്ഷേ ഇന്നത്തെ നമ്മളെ ഏറ്റവും ആധുനിക സയൻസിൻ്റെ വളരെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നടത്തുന്ന പരീക്ഷണങ്ങളിൽ നമ്മളെ സിന്ധു നദീതട സംസ്കാര കാലഘട്ടത്തിൽ ഇരുമ്പിൻ്റെ അംശം കാണുന്നില്ല. ഏറ്റവും പുരാതനമായ സംസ്കാരമാണ്. ആ കാലഘട്ടത്തിൽ വെങ്കലമാണ് കണ്ടിട്ടുള്ളത്. വെങ്കല യുഗം എന്നാണ് സിന്ധു നദീതട സംസ്കാര കാലഘട്ടം അറിയപ്പെടുന്നത്. മോഹൻജദാരോ, ഹാരപ്പ, കാലിബംഗൻ, ചിഞ്ചുദാര, ഇങ്ങനെ കുറേ സൈറ്റുകളിൽ ഇപ്പോഴും പര്യവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട് ആളുകൾ. പക്ഷെ അവിടെയൊന്നും ഇരുമ്പിൻ്റെ സാന്നിധ്യം കണ്ടിട്ടില്ല. അപ്പോൾ മനു മഴ കഴിഞ്ഞ് തൊഷ്ട
അല്ലേ വെങ്കലത്തിന്റെ പണിയെടുക്കുന്നവരാണോ ആ ഫസ്റ്റ് വേണ്ടതെന്ന് എനിക്ക് എപ്പോഴും ഒരു സംശയം ഉണ്ടായിരുന്നു. നമ്മുടെ സംഗീത കലാവിദ്യകളെല്ലാം പരിപോഷിക്കാനുള്ള ഒരു അരങ്ങ് ആണ്, അതിൻ്റെ അണിയറയും കൂടിയാണ് വിശ്വകലാ കേന്ദ്രം. അതുകൊണ്ട് തന്നെ നാഷണൽ ലേബർ പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അനുബന്ധ സംഘടനയാണ് വിശ്വകലാകേന്ദ്രം. വിശ്വകലാകേന്ദ്രം ശക്തിപ്പെടുമ്പോൾ നമ്മുടെ സമൂഹമാകെ ശക്തിപ്പെടും. അതുകൊണ്ട് കുട്ടികൾക്ക് പഠനം നടത്താനുള്ള വിദ്യാലയം, ഇപ്പോൾ നമ്മളെ നാഷണൽ ലേബർ പാർട്ടി 11 കൊല്ലം മുമ്പ് ഇവിടെ കാസർഗോഡ് പ്രവർത്തനം ആരംഭിച്ച ആ കാലഘട്ടത്തിൽ തുടങ്ങിയ പിന്നെ ശ്രമത്തിൻ്റെ ഭാഗമായി തുടങ്ങിയ ബാങ്ക് കാസർഗോഡ് ഉണ്ടെങ്കിൽ പോലും അതൊന്നും പാർട്ടിയുടെ നിയന്ത്രണത്തിൽ, നമസ്കാരം വരും മനുഷ്യ ഗുണങ്ങൾ ഉണ്ടായിട്ട് അല്ലേ, ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്ന നമ്മൾ ഇന്ന് കാണുന്ന നമ്മളുള്ള ആധുനിക മനുഷ്യൻ വരും. പിന്നെ ഇരുമ്പ് കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഇരുമ്പിൻ്റെ ടൂൾസുകൾ ഉണ്ടാക്കാൻ പണിയായുധങ്ങൾ, ഇരുമ്പായുധങ്ങൾ ഉണ്ടാക്കിയതും അതിനുശേഷമാണ് മറ്റ് പണികളെല്ലാം ആരംഭിച്ചതും. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞതിനിടയിൽ നമ്മുടെ അതിനോടനുബന്ധമായി വളർന്നു വന്ന വിശ്വകർമ്മയുടെ ശാസ്ത്രവും കലാവിദ്യകളെല്ലാം മറ്റുള്ളവർ അപഹരിക്കുകയും അവരുടെ പേരിലാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണുള്ളത്. വിശ്വകർമ്മരെ സംബന്ധിച്ച് സർവശാസ്ത്രത്തിൻ്റെ ക്രിയാപാഠമുള്ളതുപോലെ തന്നെ ഈ ശാസ്ത്രത്തെക്കുറിച്ചുള്ള തിയറി മാത്രമല്ല, അത് പ്രയോഗിക്കാനും കൂടി കഴിവുള്ളവരാണ് വിശ്വകർമ്മർ. മറ്റു പലരെയും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അവർ ടെക്സ്റ്റെല്ലാം പറയും. ഞാൻ ഒരിക്കൽ കാണിപ്പയരായി ട്യൂഷന് പോകുന്നു ഇതുമായിട്ടുള്ള ചില കാര്യം. പിന്നെ നമ്മളെ വിളിച്ചതിൽ വേണ്ടത്ര ഒരു 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 ആവർത്തിച്ച് വിളിക്കാനുള്ള ശ്രമമൊന്നും സാധാരണ കഴിഞ്ഞ ഇത് പിന്നെ നമ്മളെ കുടുംബ സംഗമത്തിലെല്ലാം വളരെയധികം ഇങ്ങനെ ഹോള് നിറയെ ആളുകൾ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അങ്ങനെ ആളുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് ആൾക്കാരെത്തും എന്ന ഒരു പ്രതീക്ഷയിലാണ്. അപ്പോൾ അതിൽ എനിക്കും കൂടി കുറച്ച് അശ്രദ്ധ പറ്റി. ഞാൻ കഴിഞ്ഞ 2 കുടുംബ സംഗമങ്ങളിലും ഏകദേശം എല്ലാവരെയും ഞാൻ തന്നെ വിളിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തി തലേന്ന് വീണ്ടും വിളിച്ച് അങ്ങനെ ചെയ്തതിൻ്റെ ഭാഗമായി വളരെ നല്ല ഒരു പിന്നെ അംഗസംഖ്യ നമ്മളെ പരിപാടികളിൽ ഉണ്ടായിരുന്നു. അത് ഇത്തവണ കുറഞ്ഞു. തീരുമാനം പ്രമേയം ഇതാണ് അജണ്ട വെക്കേണ്ടത്. ഓരോ ജനറലായിട്ടുള്ള മീറ്റിംഗാണ് ഇത്, മാത്രമല്ല ഏതായാലും അതെനിക്ക് കുറച്ചൊരു മനപ്രായസുണ്ടായി. അത് പിന്നെ തീർന്നു. ഞാൻ ഈശ്വർ പ്രാർത്ഥന എന്നെ ആദ്യം പരിചയപ്പെട്ടില്ല, എല്ലാവരും പരിചയമുണ്ടോയെന്ന് അറിയില്ല. എൻ്റെ പേര് പി പുരുഷോത്തമൻ, ചന്ദ്രൻപാറ, നെല്ലിക്കട്ടയിൽ നിന്ന് 4 കിലോമീറ്റർ അകലെയാണ് എൻ്റെ വീട്. ചിലവർക്കെല്ലാം എന്നെ അറിയാം. ഞാൻ 33 വർഷം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്ത് അവസാനം തഹസിൽദാറായിട്ട് റിട്ടയർ ചെയ്തു. സ്പെഷ്യൽ തഹസിൽദാർ ലാൻഡ് അക്വിസിഷൻ, റെയിൽവേ അക്വിസിഷൻ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് റിട്ടയർ ചെയ്തു. അതിനിടയിൽ ഒരു 8 മാസം പിന്നെ സീനിയർ സൂപ്രണ്ട് സൂട്ട് സെല്ലായിട്ട് കളക്ടർ ഓഫീസിൽ വർക്ക് ചെയ്തു. അപ്പോൾ എൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ എല്ലാ മാസവും കളക്ടർക്ക് വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ പോയിട്ട് അഫിഡവിറ്റ് കൊടുക്കുന്ന ആ ജോലി അങ്ങനെ റിട്ടയർ ചെയ്തു. പിന്നീട് എനിക്ക് വേറെ കാര്യമായിട്ട് ഒന്നും അംഗസംഖ്യ ഇവിടെ ഹാജരായ അംഗസംഖ്യ കുറവാണ് കാണുന്നത്. വിശ്വകർമ്മയിൽ പല സംഘടന ഉണ്ട്, അറിയാം. ഇപ്പോൾ അതിനേക്കാളും അനുഭവമുള്ളവർ എത്രയോ ആകുന്നു. ഇപ്പോൾ നെല്ലിക്കാട്ട് വിശ്വകളിൽ കുറേയധികം അനുഭവമുള്ളതാണ്. അദ്ദേഹം കൂടി ഒരു സർക്കാർ സർവീസിൽ നേരിട്ടേറെ ആളാണ്. ക്ഷേത്ര പ്രസിഡന്റായി കുറേ കാലം വർക്ക് ചെയ്തു. 38 ലക്ഷം വിശ്വകർമ്മർ ഉണ്ടെന്നാണ് ഒരു സർവേ കാണിക്കുന്നത്. ഇന്ത്യയിൽ 8 കോടി ജനങ്ങളാണ് വിശ്വകർമ്മർ, 8 കോടി ഉണ്ടെന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ സമുദായത്തിന്റെ ആ വലിപ്പം കാണുമ്പോൾ നമുക്ക് തന്നെ സാധാരണ അത്ഭുതം തോന്നാറുണ്ട്. കേരളത്തിൽ രാഷ്ട്രീയമായി നമുക്ക് വിശ്വകർമ്മർക്ക് കേരളത്തിൽ ഒരു 8-9 സംഘടനകളുണ്ട്. AKDMS, അഖില ഭാരത വിശ്വകർമ്മ മഹാസഭ, KVS, കേരള വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി, നാഷണൽ ഫെഡറേഷൻ ഓഫ് വിശ്വകർമ്മ, അത് കാസർഗോഡ് ജില്ലയിൽ, അത് നമ്മളെ ലേബർ പാർട്ടി. പാലക്കാട് ജില്ലയിൽ ഞാൻ സർവീസിലാ സമയത്ത് പാലക്കാട് ജില്ലയിൽ പ്രത്യേകിച്ച് വിശ്വകർമ്മ സമുദായ സംഘടന. പാലക്കാട് ജില്ല കേരളത്തിന് ഈ കർണാടക തമിഴ്നാട് ഭാഗമായുണ്ട്. തമിഴ്നാട് വിശ്വകർമ്മ അടക്കമുള്ള ഒരു വലിയ ജനസംഖ്യ, അവിടെയും ഒരു വിശ്വകർമ്മ സംഘടനയുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജനങ്ങൾ വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ട ആളുകൾ നിത്യവും ജോലിയെടുത്ത് ജീവിക്കുന്ന ഒരു വിഭാഗമാണ്. സാമ്പത്തിക ശേഷിയുള്ള കുറച്ച് വിഭാഗങ്ങളുണ്ട്.
കണ്ണൂരിൽ കോഴിക്കോട് വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ സമുദായത്തിൻ്റെ ഒരുപാട് സാമ്പത്തിക ശേഷിയുള്ള ആൾക്കാരുണ്ട്. മനസ്സിലാക്കിയ എനിക്ക് നമ്മുടെ കാഞ്ഞങ്ങാട് ഞാൻ പ്രസിഡന്റ് വിശ്വകർമ്മ ക്ഷേത്രത്തിന്റെ കീഴിൽ 48ഓളം ഗ്രാമ കമ്മിറ്റികളുണ്ട്. അടൂർ മുതൽ കാസർഗോഡ് അപ്പുറം മുതൽ ബോർക്കാടി എൻമകജെ കുമ്പടാജെ മംഗലപ്പാടി പോലത്തെ ആ മേഖലകളിൽ നമ്മുടെ വിശ്വകർമ്മയുണ്ട്. തുളു മേഖലയാണ്, തുളു കർണാടക മേഖല. അപ്പൊ നമ്മളെ ഈ പടന്ന അല്ലെങ്കിൽ തൃക്കരിപ്പൂർ മുതൽ അടൂർ നമ്മളെ വിശ്വകർമ്മയുടെ ഇടയിൽ നമ്മൾ സാധാരണ നിത്യം നമ്മൾ പണിയെടുത്ത് ജീവിക്കുന്ന ഒരു വിഭാഗമാണ്. പക്ഷേ കേരളത്തിൽ ഇത്രയും സംഘടനകൾ ഉണ്ടായിട്ട് നമ്മുടെ സമുദായ അംഗങ്ങൾക്ക് വേണ്ടിയുള്ള സംസ്ഥാന സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ, സർക്കാരിന്റെ നമ്മൾ അവകാശപ്പെട്ട ഒരുപാട് ആനുകൂല്യം സർക്കാർ കിട്ടുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ഒരുപാട് ആനുകൂല്യമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഞാനത് പുകച്ചുപറയുന്നില്ല, നമ്മുടെ പണിയായുധങ്ങൾ കൊടുക്കേണ്ട വിശ്വകർമ്മർക്ക് ഉള്ളിമാർക്ക് പണിയായുധങ്ങൾ കൊടുക്കേണ്ട 25,000 രൂപ സബ്സിഡി, അത് 20,000 കൊടുത്തിട്ടു. ഞാൻ കാഞ്ഞങ്ങാട് നമ്മൾ അറിയപ്പെടുന്ന മേഖലയിൽ പങ്കെടുത്ത ഏകദേശം 1840ഓളം അപേക്ഷകൾ അയച്ചിട്ട് അത് ഏകദേശം ആൾക്കാർ കിട്ടി. അപ്പൊ നമ്മുടെ സംഘടന നമ്മുടെ സർക്കാർ നമുക്ക് വേണ്ടി ഇപ്പൊ നമുക്ക് പ്രധാനമന്ത്രിയുടെ ഒരു പ്രത്യേക PM യോജന, പ്രധാനമന്ത്രി ഒരു വലിയൊരു പ്രോജക്റ്റ് ഉണ്ട്. അത് നമുക്ക് മാത്രമല്ല, എല്ലാവരും 14 സമുദായങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രോജക്റ്റാണ് നമ്മളെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഒരു പ്രോജക്റ്റ്. ഇത് നമുക്ക് എത്ര ആൾക്ക് കിട്ടി? ലോൺ ലീഡ് സ്കീമാണ്. അപ്പൊ നമ്മുടെ സമുദായത്തിൽ നമ്മുടെ ആൾക്കാർക്ക് വേണ്ട സാമ്പത്തിക സഹായം, സാമ്പത്തികമല്ല, നമ്മുടെ സർക്കാരിന് ഇപ്പൊ വാർദ്ധക്യ ചെലവ് കിട്ടും. അതുപോലെ തന്നെ നമ്മളെ പെൻഷൻ, നമ്മളെ വിധവ പെൻഷൻ പോലത്തെ പല പെൻഷനുകളും നമുക്കുണ്ട്, അതൊക്കെ നമുക്ക് കിട്ടും. പക്ഷേ മറിച്ച് നമ്മളെ പണിയെടുക്കുന്ന മേഖലകളിൽ പല ആനുകൂല്യം നമ്മൾ സർക്കാർ പിന്നോക്ക സമുദായ വികസന വകുപ്പ്, അതുപോലെ തന്നെ നമ്മളെ വിശ്വകർമ്മർക്ക് മാത്രമുള്ളൊരു സംഘടന. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സംഘടനകൾ ഏർപ്പെട്ടുകൊണ്ട് നമ്മുടെ അംഗങ്ങൾക്ക്, വിശ്വകർമ്മ സമുദായ അംഗങ്ങൾക്ക് സർക്കാരിൽ സംസ്ഥാന ഗവൺമെന്റിൽ നിന്നും കേന്ദ്ര ഗവൺമെന്റ് കിട്ടാവുന്ന ആനുകൂല്യം വാങ്ങിച്ചു കൊടുക്കേണ്ട സംവിധാനം നമുക്ക് മുമ്പിലുണ്ടാണ്. ഞാൻ പണ്ട് സർവീസിൽ നമ്മൾ വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഒരാഴ്ച പത്മനാഭൻ എന്ന് പറഞ്ഞ എൻ്റെ അളിയുണ്ട്, ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ഒരു പത്മനാഭുണ്ട്, കോടത്താണ്, അദ്ദേഹം ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. ആ സമയത്ത് നമ്മുടെ സമുദായങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റ് ഒരു ആനുകൂല്യം ഉണ്ടായിട്ട് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പോ സർവീസ് ഞാൻ കൃഷി ഓഫീസറായിട്ട് പിരിഞ്ഞിട്ട് കുടുംബശ്രീയുടെ ജില്ലാ ഓഫീസറായിട്ട് ഞാൻ ഏകദേശം 4-5 വർഷം ജില്ലാ കളക്ടറായിട്ട്. അപ്പൊ പല മേഖലകളിൽ പോകുമ്പോൾ കാസർഗോഡ് ജില്ല മാത്രമല്ല, ആന്ധ്ര, മഹാരാഷ്ട്ര, ഗുജറാത്ത് പോലത്തെ സംസ്ഥാനം പോകുമ്പോഴും അവിടെയൊക്കെ ഞാനും പോയി കഴിഞ്ഞാൽ നമ്മൾ വിശ്വകർമ്മ സമുദായത്തിന്റെ അന്വേഷിക്കും. ഞാൻ കളക്ടറേറ്റ് ഉണ്ടായ സമയത്ത് നമ്മൾ പല ആളുകളും പല കുടുംബശ്രീകളും, അത് കുടുംബശ്രീ ആ സംഘടന ഉണ്ടായത് നമ്മളെ ആ സമയത്താണ്. ആ കുടുംബശ്രീയുടെ ജില്ലാ ഓഫീസറായിട്ട് 3 വർഷം ഉണ്ടായിരുന്നു. അപ്പൊ പല മേഖലയിൽ പോകുമ്പോൾ നമ്മളെ ബന്ധുക്കളും അതോടൊപ്പം തന്നെ നമ്മളെ പുരുഷന്മാരോടൊക്കെ നമ്മൾ മേഖല കണ്ടുപിടിച്ച് നമ്മുടെ സമുദായങ്ങളെ പരിചയപ്പെടാറുണ്ട്. ഞാൻ മംഗലപ്പാടി, ബോർക്കാടി മേഖലയിൽ ജോലി ചെയ്ത സമയത്തും അവിടെ നമ്മൾ വിശ്വകർമ്മ തുളു മേഖലയാണ്. അവരൊക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ പ്രദേശത്തുള്ള സമുദായ സംഘടനകൾ നമ്മുടെ ആൾക്കാർക്ക് സംസ്ഥാനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്ന ആനുകൂല്യം വാങ്ങിച്ചു കൊടുക്കേണ്ട സംവിധാനം നമുക്ക് വേണം. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നത്, ഏതായാലും നമ്മുടെ കാഞ്ഞങ്ങാട് സ്ഥിതി ചെയ്യുന്ന വിശ്വകർമ്മ മഹാക്ഷേത്രം നിങ്ങൾ എല്ലാവരും വന്നിട്ട് കണ്ടിട്ടാണെന്ന് വിശ്വസിക്കുന്നു. എന്നിരുന്നാലും ആ ക്ഷേത്രത്തിനെ പറ്റി ഞാൻ നമ്മളൊരു ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു. നമ്മുടെ ക്ഷേത്രം വിശ്വകർമ്മ മഹാദേവന്റെ പഞ്ചലോക വിഗ്രഹത്തിന്റെ ഈ വിഗ്രഹം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിൽ ആകെ ഒരു ക്ഷേത്രം മാത്രമേ ഉള്ളൂ. ആന്ധ്ര, മഹാരാഷ്ട്ര, ഗുജറാത്ത്, പഞ്ചാബ്, ജാർഖണ്ഡ് പോലത്തെ മേഖലകളിൽ ഞാൻ ആൾക്കാരെ നമ്മുടെ ക്ഷേത്രത്തിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർ പറയുന്നത് വെച്ചാല് ഇങ്ങനെയുള്ള വിഗ്രഹം, ഇത്ര വലിയ വിഗ്രഹം, ആ 7 അടി വരെയുള്ള വിഗ്രഹമാണ്. ആ ഇന്ത്യയിൽ ഇങ്ങനെയുള്ള ക്ഷേത്രം വേറെ ഇല്ല. ഇപ്പൊ പല മേഖലകളിലും നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇപ്പോൾ ആൾക്കാർ എത്തുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ വിശ്വമഹാക്ഷേത്രമാണ് മാറേണ്ട പരിപാടി കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നമ്മൾ പുതിയ ക്ഷേത്രം പണിയാൻ പോവുകയാണ്. ഏകദേശം ഒരു ഗുരുദേവന്റെ ക്ഷേത്രം പണിത് കഴിഞ്ഞു, അതിന്റെ പ്രതിഷ്ഠ കഴിഞ്ഞു, ബാക്കിയുള്ള പണികളൊക്കെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. 3 വർഷത്തിനുള്ളിൽ നമ്മളെ വിശ്വമഹാദേവന്റെ ക്ഷേത്രം കംപ്ലീറ്റ് പണി
എല്ലാം കംപ്ലീറ്റ് കാർക്കടയിലുള്ള കരിങ്കലിലെ കൊത്തുപണികളാണ് ആക്കിയിട്ടുള്ളത്. ആ കൊത്തുപണികളൊക്കെ വന്ന് ഇന്ത്യയിലെ പ്രഥമ, അതും ഞാൻ പറഞ്ഞത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മഹാക്ഷേത്രമായി നമ്മുടെ വിശ്വകർമ്മ ക്ഷേത്രം മാറും. യാതൊരു സംശയമില്ല. അതുപോലെ പ്രദേശങ്ങളിലൊക്കെ നമ്മളെ ആൾക്കാരെ കണ്ടിട്ട് കാണാൻ പോകുന്നുണ്ട്, ക്ഷണിക്കുന്നുണ്ട്. അത് ഇപ്പോഴും നമ്മൾ വരാറുണ്ട്. പിന്നെ ചുരുക്കി പറയാൻ നമ്മുടെ ക്ഷേത്രങ്ങളിൽ 3 പ്രധാനപ്പെട്ട ഉത്സവങ്ങളാണ്: നവരാത്രി, ശിവരാത്രി, പ്രതിഷ്ഠാന മഹോത്സവം. പ്രതിഷ്ഠാന മഹോത്സവം എല്ലാ വർഷവും ഏപ്രിൽ മെയ് മാസം ഉണ്ടാകും. അത് 3 ദിവസമാണ്. നവരാത്രി നാളെ തുടങ്ങിയാണ്. അതും കൂടി പറയാനും, നാളെ നമ്മൾ ക്ഷേത്രത്തിൽ നവരാത്രി ആരംഭിക്കുകയാണ്. നാളെ രാവിലെ 6:10 വിളക്ക് കൊടുത്തുകൊണ്ട് 10 ദിവസത്തെ നവരാത്രി പൂജ നാളെ ആരംഭിക്കുകയാണ്. അത് 10 ദിവസം. ശിവരാത്രി തന്നെ 2 ദിവസം മാത്രമേ ഉള്ളൂ. ബാക്കി ഓണം, വിഷു പോലത്തെ എല്ലാ ഉത്സവങ്ങളും നമ്മളെ മഹാക്ഷേത്രത്തിൽ ആചരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പല മേഖലകളും എത്തിച്ചേരുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. പിന്നെ വേദിയിലിരിക്കുന്ന മഹനീയ വ്യക്തിത്വങ്ങളെ നമസ്കരിച്ചുകൊണ്ട് 2 വാക്ക് പറയുന്നു. നമ്മളെല്ലാം ഒരു മഹത്തായ കുലത്തിലാണ് ജനിച്ചത്, വിശ്വകർമ്മകുലം. അപ്പോൾ നമ്മൾ സാധാരണ വിശ്വകർമ്മ ദിനമാണ് ആചരിക്കുന്നത് എല്ലാ വർഷവും. ചില ആളുകൾ വിശ്വകർമ്മ ജയന്തി എന്ന് പറയും. പക്ഷെ അതിൻ്റെ തുടക്കം എവിടെയെന്ന് വെച്ചാൽ ദ്വാപരയുഗത്തിലാണ് ഇതിൻ്റെ തുടക്കം, വിശ്വകർമ്മ ദിനത്തിൻ്റെ. ആ ദ്വാരക, അത്യത്ഭുതമായ ആ ദ്വാരകയുടെ ശില്പഭംഗി കണ്ടിട്ട് ശ്രീകൃഷ്ണൻ പോലും അത്ഭുതപ്പെട്ടു പോയി. ആ ശില്പ സൗന്ദര്യം നിർമ്മിച്ച ആ വിശ്വകർമാവിനെ എല്ലാവിധത്തിലും ആ ശ്രീകൃഷ്ണദേവൻ വിശ്വകർമാവിനെ പൂജിക്കുന്നു. ആ പൂജിച്ച ദിവസം വിശ്വകർമ്മ ഇപ്പോൾ ആചരിക്കുന്ന ആ ദിവസം ഒരു സംക്രമ ദിനമായിരുന്നു. കന്നിമാസത്തെ സംക്രമ ദിവസമായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ വിശ്വകർമാവിനെ പൂജിച്ച ദിവസം. അന്ന് മുതൽ ഇന്ന് വരെ നമ്മുടെ വിശ്വകർമ്മ സമുദായക്കാർ എല്ലാവരും സെപ്റ്റംബർ മാസമാണ് കന്യാസംക്രമം വരുന്നത്. ആ മാസത്തിലാണ്, കന്നി സംക്രമത്തിലാണ് ശാസ്ത്രീയമായിട്ട് വിശ്വകർമ്മ ദിനം ആചരിക്കേണ്ട ദിവസം. പക്ഷേ ഗവൺമെൻറ് സെപ്റ്റംബർ 17 അതിൻ്റെ അവധി കൊടുത്തത്, ആ ദിനം ആചരിക്കുന്നത്. ആ കൊടുക്കുന്ന ആ സെപ്റ്റംബർ 17 തീയതി അന്ന് അവധി ദിനം ആചരിക്കുന്ന ഗവൺമെൻറ് പ്രഖ്യാപിച്ച തീയതി ഒരു സംക്രമ ദിവസമായിരുന്നു. ആ സംക്രമ അതാണ് 17 ഡേറ്റ് വന്നത്. പക്ഷേ ശാസ്ത്രീയമായി നമ്മൾ ആചരിക്കുമ്പോൾ നമ്മൾ കന്യ സംക്രമത്തിൽ തന്നെ ചെയ്യണം, എന്നാൽ അതിൻ്റെ ഫലം കിട്ടും. വേറെ നമ്മുടെ പരിപാടി, വേറെ സ്റ്റേജ് പരിപാടി അങ്ങനത്തെ എല്ലാം വേറെ ഞായറാഴ്ച അങ്ങനെ ചെയ്യുന്നതൊന്നും പ്രശ്നമില്ല. പക്ഷേ വിശ്വകർമ്മ പൂജ അത് കന്നിമാസത്തെ സംക്രമ ദിവസം തന്നെ ചെയ്യണം. കാരണം പറഞ്ഞാൽ ഓരോരു ദേവന്റെ ആ ജന്മദിനം, ഗണപതി ഭഗവാന് ചതുർത്ഥി, കൃഷ്ണ ഭഗവാന് രോഹിണി, ശ്രീരാമന് നവമി, ഇങ്ങനെ വിശ്വകർമാവിന് കന്യാസംക്രമം. അത് കൈകൊണ്ട് വെച്ചാൽ അതിൻ്റെ ഒരു സ്വാത്വികത ഉണ്ടാകും. പക്ഷെ മിഷൻ കൊണ്ട് ചെയ്യിച്ചാൽ അതിനൊരു ദൈവികത്വം വരില്ല. ഇപ്പോൾ ഒരു വിഗ്രഹം ചെയ്യണമെങ്കിൽ അതിന് ചില നിയമങ്ങളുണ്ട്. ഒരു വിഗ്രഹം ചെയ്യാൻ വന്നു ഓർഡർ, ഒരു ദുർഗാ വിഗ്രഹം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെന്താ ചെയ്യും? കാട്ടിൽ പോയിട്ട് ആ ശില ഉണ്ടാകുന്ന സ്ഥലത്ത് പോയിട്ട് അതിന് ശിലാപരിഗ്രഹം എന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങുണ്ട്. അതിൽ എന്തെല്ലാം വരുന്ന പറഞ്ഞാൽ ഭൂമി പൂജ, ക്ഷേത്രപാലക പൂജ, പിന്നെ വിശ്വകർമ്മ പൂജ, ഹോമൊക്കെ ആണോ. ഹോമൊക്കെ നടത്തിയിട്ട് ആ വേദസൂക്തമുണ്ട്, പവമാന സൂക്തം. ആ സൂക്തം ചൊല്ലിയിട്ട് ആ ശിലേനെ ശുദ്ധി വരുത്തിയിട്ട് പിന്നെയാണ് പണി തുടങ്ങുന്നത്. അപ്പോൾ അതിന് ചുറ്റുമായിട്ടുള്ള താമസിക്കുന്ന അനേകതരം ജീവികളൊക്കെ ഉണ്ടാവും. അതിനോടെല്ലാം ഇവിടുന്ന് പോയിക്കോളാൻ പറഞ്ഞിട്ട് ഭൂമി പൂജ, വിശ്വകർമ്മ പൂജ, ഇങ്ങനെയുള്ള പൂജ ചെയ്തിട്ട് ശുദ്ധി വരുത്തിയിട്ടാണ്
പിന്നെ ശില്പി അതിൻ്റെ ഉളി അതിൻ്റെ ആയുധങ്ങളൊക്കെ പൂജിച്ചിട്ട് ശില്പി അങ്ങനെ നിൽക്കണം. ശില്പി നല്ല ത്രികാല സന്ധ്യ ചെയ്യുന്നതാണ് പറയാം. 3 നേരം സന്ധ്യാവനം ചെയ്യണം. ഗായത്രി ജപം നിർബന്ധമാണ്. എന്നാലേ ആ ശില്പത്തിന് ആ തപശക്തി കൊടുക്കാനുള്ള പവർ ആ ശില്പിക്കുന്നു. അല്ലെങ്കിൽ ഒരു വെറും ബൊമ്മ അത്ര ആയിട്ടുണ്ടാവും. അങ്ങനെ തുടങ്ങിയിട്ട് അത് ആ ശില്പം ഒരു പകുതിയിലേക്ക് എത്തുമ്പോൾ, പണി പകുതിയാകുമ്പോൾ പിന്നൊരു ഹോമം ചെയ്യണം. ഏതിപ്പോൾ ഗായത്രി ദേവിനെ ചെയ്യുന്നെങ്കിൽ ആ ഗായത്രി ഹോമം നടത്തണം, വിശ്വകർമ്മ ഹോമം നടത്തണം. അതും കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ആ പണി തീർന്ന ശേഷം പിന്നൊരു ഹോമം ചെയ്യണം. പിന്നെ അതിന് വേണ്ട സംസ്കാരമെല്ലാം കൊടുത്തിട്ട് ആ പ്രതിഷ്ഠിക്കുന്ന സമയത്താണ് ആ കണ്ണ് കീറുന്ന ചടങ്ങ്, നേത്രോൽമി എന്ന് പറയും. പുറത്തെ റൗണ്ട് സൂര്യമന്ത്രം കൊണ്ട് ഉള്ളിൽ പറയുക എന്ന ഘടകമാണ് എന്നെ ചുമതലയാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നാഷണൽ ലേബർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് സതീശൻ ആചാരി അവർ നമ്മുടെ പാർട്ടിയെ കുറിച്ചിട്ട് വളരെ വ്യക്തമായി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എല്ലാവർക്കും കുറച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു നാഷണൽ ലേബർ പാർട്ടിയുടെ പേരിൽ. അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ പുരുഷോത്തമൻ ആചാരി റിട്ടയർഡ് അങ്ങനെ ഈ കുരങ്ങൾ സമൂഹത്തിന്റെ ഒരു നേതൃസ്ഥാനവും ആ വലിയ അവസ്ഥയിൽ സമീപകാലം വളരെയധികം ജീവൻ കൊടുക്കുന്ന
വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ, HT, LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിങ്ങും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മൊഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. അവധിക്കാലം കഴിഞ്ഞു, വീണ്ടും സ്കൂളിലേക്ക്. കൂട്ടുകാരുമൊത്ത് ആടിത്തിമിർക്കാൻ, പാടിക്കളിക്കാൻ, അറിവിന്റെ ആദ്യാക്ഷരം നുകരാൻ. വീണ്ടും ഒരധ്യയന വർഷം കൂടി. പുതിയ ആളുകൾ, പുതിയ സൗഹൃദങ്ങൾ. സൗഹൃദങ്ങളാണ് നമുക്കെല്ലാം. കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന സൗഹൃദങ്ങളാണ് നമ്മുടെ ശക്തി. പക്ഷേ ലഹരിയുടെ ചതിക്കുഴികൾ ഒരുക്കി കാത്തിരിക്കുന്ന സൗഹൃദങ്ങളുമുണ്ട്. അവരെ തിരിച്ചറിയണ്ടേ? അവരെ ഇല്ലാതാക്കേണ്ടേ? ലഹരിയുടെ ചതിക്കുഴികളിൽ വീഴുന്ന, എരിഞ്ഞടങ്ങുന്ന നമ്മുടെ കുഞ്ഞനുജന്മാരെ, നമ്മുടെ കൂട്ടുകാരെ, അനുജത്തിമാരെ നമുക്ക് രക്ഷിക്കണ്ടേ? വിളിക്കാൻ മടിക്കണ്ട. ഒരു സുഹൃത്തിന്റെ കരുത്തോടെ, ഒരു രക്ഷിതാവിന്റെ വാത്സല്യത്തോടെ, ഒരു അധ്യാപകന്റെ കരുതലോടെ. കേരള എക്സൈസ് എന്നും നിങ്ങളോടൊപ്പം. ഒരു വിളിപ്പാടകലെ. വിളിക്കേണ്ട നമ്പർ 9447178000 9061 178 000. ടോൾ ഫ്രീ നമ്പർ 14. അതെ, ഒരു പുതിയ തട്ടിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഗൂഗിൾ പേ, ഫോൺ പേ, UPI അക്കൗണ്ടുകൾ വഴി നിങ്ങൾക്ക് പണം അയച്ചു തരികയും ശേഷം അത് തിരിച്ചയക്കാൻ ഒരു QR കോഡ് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും. QR കോഡിൽ നമുക്കവർ അയച്ചു തന്ന തുകയേക്കാൾ വലിയ തുകയായിരിക്കാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ശ്രദ്ധിക്കാതെ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്ത് പണം അയക്കുകയാണെങ്കിൽ നമുക്ക് വലിയ തുക നഷ്ടമാകും. ഇത്തരത്തിൽ അപരിചിതർ പണം മാറി അയച്ചു എന്ന് പറഞ്ഞ് നിങ്ങളെ ബന്ധപ്പെട്ടാൽ ഒരു കാരണവശാലും പണം അവർക്ക് തിരിച്ചയക്കാൻ ശ്രമിക്കരുത്. അവരോട് NPCI വഴി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറയുക. ഇനി നിങ്ങളാണ് ഇത്തരത്തിൽ പണം മാറി അയച്ചതെങ്കിൽ നിങ്ങൾക്കും NPCI വഴി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതിനായി NPCI എന്ന വെബ്സൈറ്റിൽ കയറി കൺസ്യൂമർ എന്ന ഓപ്ഷനിലെ UPI കംപ്ലൈൻറ്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം കംപ്ലൈൻറ്റിലെ ട്രാൻസാക്ഷൻ എന്ന ഓപ്ഷനിൽ മുഴുവൻ വിവരങ്ങളും നൽകി സബ്മിറ്റ് ചെയ്യുക. തുടർന്ന് NPCI അതോറിറ്റി നിങ്ങളെ ബന്ധപ്പെടുന്നതായിരിക്കും.